ഇപ്പോൾ ഒരു കുട്ടി നമ്മളേതോ സാവിയിലോ മറ്റൊന്നും ഇരിക്കുകയാണ്, ആ കുട്ടിനോട് ഷെയ്ഖ് പറയാണ് ആണിനെ ഞാൻ എംബാപ്പാക്കി തരാം. കുട്ടികൾ കളീൻ്റെ ലോകത്താണ് ഇപ്പോൾ ഉള്ളത്. അതിനാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വോയിസ് കേട്ടപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് അത്യാവശ്യം നല്ലോണം കളിച്ചിരുന്ന ഒരാളാണ് ഇവൻ പറഞ്ഞ ഈ എംബാപ്പ. അത്യാവശ്യത്തിനൊക്കെ പന്തളിച്ചിരുന്ന ആളാണ്. എന്തോ ആവാം, അയാൾക്ക് പെട്ടെന്നൊരു ഉഷാറ് കമ്മിയും കളി കമ്മിയും എല്ലാം കൂടി ഒരു തലതിരിച്ചിലെല്ലാം കൂടി തോന്നി. എന്തായിരിക്കും അതിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വോയിസ് കാണുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, ഈ രൂപത്തിലേക്ക് മാറ്റി ഇവൻ്റെ സംസാരം കൊണ്ട്. കാരണം തൊട്ടതെല്ലാം തലതിരിയുന്ന സാധനമാണല്ലോ ഈ കുരുവട്ടൂരിസം. അപ്പം ഞാൻ എന്നെ എംബാപ്പാക്കി തരാമെന്ന് കുട്ടികളോട് ആരോടോ പറഞ്ഞു, സാവിയത്തുൽ കുഫ്രിയയിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടെ ഈ എംബാപ്പാൻ്റെയും അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. അതങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും തലതിരിഞ്ഞുകൊണ്ടേ വരുള്ളൂ. ഈ കുരുത്തം കെട്ടവന് നേതാവായ എല്ലാ കാര്യത്തിലും കുരുത്തക്കേടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ കുരുവട്ടൂർ എന്ന് പറഞ്ഞ ഈ കുരുത്തം കെട്ടവന് വലിയ നേതാവാക്കി കൊണ്ടുവന്നു. അതിന് ഏത് കൊള്ളം ഉപമിച്ചാലും തലതിരിഞ്ഞിട്ടേ വരുള്ളൂ. അതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണങ്ങളാണ് ഈ പാവപ്പെട്ട എംബാപ്പയെ പോലുള്ള ആൾക്കാരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് വിഷയത്തിലാണ് ഇവർ പറഞ്ഞത് ആ മട്ടത്തിൽ പോയിട്ടുള്ളത്? ഒന്നുമില്ല. ഏത് വിഷയത്തെ പറ്റി പറഞ്ഞാലും തല തിരിഞ്ഞിട്ടുണ്ടാകുക. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വേറൊരു കമൻറ്റാണ്. ആ കമൻറ്റ് ഞങ്ങളോട് പറയണില്ല, അത് ഞങ്ങൾ കേൾപ്പിക്കാം. ഞങ്ങളൊന്ന് കേട്ടു നോക്കി. യുവന്മാരെ ശരിക്കും മനസ്സിലായിട്ടില്ല? ഇല്ല. ഇവിടെ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഈ ഇരിക്കുന്ന 2 ഡിങ്കും മിങ്കും. I got broads in Atlanta, just to lean the family, credit cards in the scammers, hitting the licks in the